ഹായ്, BNSSന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കംപ്ലൈന്റിന്റെ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. ആസ് പെർ BNSS എന്താണ് കംപ്ലൈന്റിന്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് കംപ്ലൈന്റിനെ BNSSന്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. BNSSന്റെ സെക്ഷൻ 2(1)Hലാണ് കംപ്ലൈന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് എന്താണ് കംപ്ലൈന്റ് എന്ന് നോക്കാം. അപ്പൊ കംപ്ലൈന്റ് നമ്മൾ പരാതി എന്നൊക്കെ പറയുന്ന സംഗതിയാണ് അല്ലേ. അപ്പൊ കംപ്ലൈന്റിനെ എങ്ങനെയാണ് BNSS ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കുന്ന സമയത്ത് BNSന്റെ സെക്ഷൻ 2(1)H പറയുന്നത് എന്താണ്? കംപ്ലൈന്റ് ഈസ് ആൻ ആലിഗേഷൻ. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ആലിഗേഷൻ ആണ്. അത് ഒരു വ്യക്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഓറലിയോ അല്ലെങ്കിൽ ഇൻ റൈറ്റിംഗിലോ ലിഖിതമായിട്ടോ അല്ലെങ്കിൽ ഓറലിയോ കൊടുക്കുന്ന അലിഗേഷൻ ആണ്. എന്ത് അലിഗേഷൻ? എന്താണ് അവിടെ അലിഗേഷൻ ആയിട്ട് വരുന്നത്? ദാറ്റ് സം പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് ആൻ ഒഫൻസ്. ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ കുറ്റകൃത്യത്തിന്റെ മേലെ ഒരു പോലീസ് റിപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു FIR ഒരു ചാർജ് ഷീറ്റോ ഒന്നും അതിന്റെ മേലെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അവിടെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി പറയാണ് മജിസ്ട്രേറ്റിനോട് ഇതിന്റെ മേലെ ആക്ഷൻ എടുക്കണം, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുമ്പാകെ, അതായത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഓറലിയോ റൈറ്റിംഗിലോ ഒരു വ്യക്തി കൊടുക്കുന്ന ആ ഒരു അലിഗേഷന്റെ പേരാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ BNSSന്റെ സെക്ഷൻ 2(1)H പ്രകാരം എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു കംപ്ലൈന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കേണ്ടി വരിക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എപ്പോഴാണ്? അതായത് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, എന്നാൽ ആ കുറ്റകൃത്യത്തിന്റെ മേലെ ഒരു പോലീസ് റിപ്പോർട്ട് ഇല്ല, ഒരു FIR ചാർജ് ഷീറ്റോ ഇല്ലാത്ത സാഹചര്യത്തിൽ ആണ് അത്തരത്തിൽ ഒരു വ്യക്തി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നേരിട്ട് പോയിട്ട് ഒരു കംപ്ലൈന്റ് അത് ഓറലിയോ റൈറ്റിംഗിലോ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ആ സാഹചര്യം മനസ്സിലായി കാണുമല്ലോ. ഇതാണ് സെക്ഷൻ 2(1)H പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കംപ്ലൈന്റ് ലഭിക്കുന്ന മുറയ്ക്ക് മജിസ്ട്രേറ്റ് പോലീസിനോട് ആ വിഷയത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി പറയുകയും അതുപോലെ അതിന്റെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമർപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ പോലീസ് റിപ്പോർട്ട് ഇല്ലാത്ത, പോലീസിന്റെ FIRO ചാർജ് ഷീറ്റോ ഇല്ലാത്ത എല്ലാ കേസുകൾക്കകത്തും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഇത്തരത്തിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കുന്നതാണ്. അത് കോഗ്നൈസബിൾ കേസ് ആയാലും നോൺ കോഗ്നൈസബിൾ കേസ് ആയാലും അത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. മജിസ്ട്രേറ്റിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? പോലീസിനോട് അന്വേഷണം ആവശ്യപ്പെടുകയും അതിന്റെ റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ സെക്ഷൻ 2(1)H മനസ്സിലായല്ലോ. ഒരു വ്യക്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഓറലിയോ റൈറ്റിംഗിലോ പറയുന്ന ഒരു അലിഗേഷൻ ആണ്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ that some person has committed an offense but there is no police report on that എന്നുള്ളതാണ്. അതുകൊണ്ട് മജിസ്ട്രേറ്റ് അതിന്റെ അകത്ത് ആക്ഷൻ എടുക്കണം എന്നും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി പോലീസിനോട് പറയണം എന്നുള്ളതാണ് അവിടെ ആവശ്യം. അങ്ങനെ മജിസ്ട്രേറ്റിന് ഈ കേസ് ജെനുവിൻ ആണെന്ന് ബോധ്യമാവുന്ന മുറയ്ക്ക് മജിസ്ട്രേറ്റ് പോലീസിനോട് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും പോലീസ് അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ട് കോടതി സമർപ്പിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നതാണ്. അപ്പൊ അത്തരത്തിൽ പോലീസ് അന്വേഷിക്കുന്ന മുറയ്ക്ക് അതൊരു നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള കേസ് ആണെന്ന് പോലീസിന് ബോധ്യമാവുകയാണെങ്കിൽ അതിലും പോലീസിന് റിപ്പോർട്ട് വെക്കാൻ വേണ്ടിയുള്ള അധികാരമുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് ആ റിപ്പോർട്ടിനെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനും അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അതിന്റെ കംപ്ലൈന്റ് ആയിട്ട് വെക്കാനുമുള്ള അധികാരം ഉണ്ടാവും. അപ്പൊ എന്താണ് ഒരു കോഗ്നൈസബിൾ കേസ്, നോൺ കോഗ്നൈസബിൾ കേസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഓൾറെഡി അത് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോഗ്നൈസബിൾ കേസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളാണ്. അതിന്റെ അകത്ത് പോലീസിന് നേരിട്ട് അന്വേഷണം നടത്താനും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനും അധികാരപ്പെട്ട വിഷയമാണ്. വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരപ്പെട്ട വിഷയമാണ്. അങ്ങനെയുള്ള കേസുകളാണ് കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ. നോൺ കോഗ്നൈസബിൾ എന്ന് പറഞ്ഞാൽ പോലീസിന് നേരിട്ട് കേസ് എടുക്കാൻ അധികാരം ഇല്ലാത്ത കേസുകളാണ്, അത്തരത്തിലുള്ള ഒഫൻസുകളാണ്. അവിടെ എപ്പോഴും കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമാണ് കേസ് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കോടതി പറഞ്ഞാൽ മാത്രം FIR ഇടാൻ പറ്റുന്ന, കോടതി പറഞ്ഞാൽ മാത്രം അന്വേഷിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കേസുകളാണ് ഈ നോൺ കോഗ്നൈസബിൾ ഒഫൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് കംപ്ലൈന്റ് എന്നാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സെക്ഷൻ 2(1)Hന്റെ ഡെഫിനിഷൻ, Hൽ പറയുന്ന ഡെഫിനിഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.